ഞാൻ കുണ്ടക്കണ്ണൻ. നീ ഉണ്ടക്കണ്ണാണ്, ഞാൻ കഷണ്ടി തലേൻ. മനസ്സിലായില്ല? എടാ നീ നിന്റെ എട്ടപ്പേര് പറഞ്ഞു, ഞാൻ എന്റെ എട്ടപ്പേര് പറഞ്ഞു. നീ ആരാ? ഞാൻ കുണ്ണൻ കണ്ട. കണ്ടയോ? കുണ്ടയായ കണ്ണനാണ്. എടാ നിനക്കിപ്പോ എന്തോ വേണ്ടത്? എന്റെ ഒറ്റയടിക്ക് 100 രൂപയാ. വേണ്ടേ? നീ വന്നേ. തൽക്കാലം 50 രൂപ ഉണ്ട്, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നാ പിടിച്ചോ. ഈ മൂക്ക് കൂടെ ശ്വാസം വരുന്നുണ്ടോ നോക്കിയേ. മൂക്ക് കൂടെ ശ്വാസം വരുന്നുണ്ടല്ലോ. ചങ്കിടിക്കുന്നുണ്ടോ നോക്കിയേ. ചങ്കിടിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചത്തില്ല. എനിക്ക് മരിയൻ ജോർജിനെ ഒന്ന് കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം ചെയ്യ്. 50 രൂപയ്ക്ക് തന്നെ. ഞാനാണ് മരിയൻ ജോർജ്. എന്നെ കാണുവാണെന്നുണ്ടെങ്കിൽ 50 രൂപ തരണം ഫീസാ. ഒന്ന് കാണുന്നതിന് 50 രൂപ. 50 രൂപ. ചുമ്മാ അല്ല നാട്ടുകാർ പറയുന്നത്. എന്തുവാ? ഇയാള് വേറെ മരിയൻ ജോർജാണ്. എടാ ഞാൻ എന്തായാലും ജോർജ് ആയിക്കോട്ടെ. നീ എന്താ ഇവിടെ വന്നെന്ന് പറ. എന്നാ കിടിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിയേ. ഒരു മുട്ടേഷൻ ഉണ്ട്. മുട്ടേഷനോ? മുട്ട് വന്നു. കൊട്ടേഷൻ ഉണ്ട്. എന്തോ കൊട്ടേഷനാണോ? ഇടൂ, ഇയാള് പരിശോധിച്ച രോഗി ഇയാളുടെ പേരിൽ എനിക്ക് കൊട്ടേഷൻ തന്നേക്കുവാ. എന്തോ കൊട്ടേഷൻ അയക്കാന്നേ? എന്തോ കൊട്ടേഷൻ ആണോ? ഒറ്റ ഇടിക്ക് പത വരുത്തണം. എടേ, അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെന്തുവാ? ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞതാ. ഇങ്ങോട്ട് പറഞ്ഞു തന്നോ? അല്ല ഇയാൾ എന്തോ കൊട്ടേഷൻ തന്നെ വന്നെന്ന് പറ. കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇയാൾ പരിശോധിച്ച ഒരു രോഗിയാ എനിക്ക് കൊട്ടേഷൻ തന്നത്. ഏത് രോഗിയായി കൊട്ടേഷൻ തന്നത്? പാലായിലുള്ള ലക്ഷ്മി. പാലായിലുള്ള ലക്ഷ്മി എന്ന് കേട്ടിട്ടുണ്ട്. പാലായിലുള്ള ലക്ഷ്മി എന്ന്. പാലായിലുള്ള ലക്ഷ്മി അതെന്തുവാ? ലക്ഷ്മി. അതെന്നാ എനിക്ക് മനസ്സിലായില്ല. അല്ല, മനസ്സിലായില്ല. തുണ്ടിനകത്തുണ്ട്, നോക്ക്. അത് നോക്കാൻ സമയമില്ല, നീ അയച്ചു തന്നാ ഞാൻ ഉച്ച കഴിഞ്ഞ് കണ്ടോളാം. ഇയാൾ മരുന്ന് എഴുതുന്നത് തുണ്ടിനകത്തുണ്ടെന്ന്. എന്റെ തുണ്ടിനകത്തോ? അതൊന്നും നോക്കാൻ സമയമില്ല. നീ എന്തോ കാര്യം വെച്ചാൽ പറഞ്ഞാൽ മതി. ഓഹോ, അപ്പൊ കഥകളൊന്നും അറിയത്തില്ല. എന്നാ പിന്നെ പറ കേക്കട്ടെ. അറിഞ്ഞുകൂടാ അല്ലേ? എന്നാ പറയടാ അങ്ങോട്ട്. പറഞ്ഞു തരാം. പറ. ഈ കഴിഞ്ഞ ന്യൂ ഇയർ രാവിലെ, ഡേറ്റ് എത്രയാന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഫെബ്രുവരി 2 ആണെന്ന് തോന്നുന്നു. ഫെബ്രുവരി 2? അവള് നിന്നെ കാണാൻ ഇവിടെ വന്നു. ഇവിടെ ചിലപ്പോ വന്ന് കാണുമായിരിക്കും. നീ അവളെ വിളിച്ചോണ്ട് പരിശോധിക്കാൻ റൂമിനകത്ത് കയറ്റി. ചിലപ്പോ കയറ്റി കാണും. നീ എന്നിട്ട് നിന്റെ കയ്യിലുള്ള സ്റ്റെതസ്കോപ്പ് എടുത്തു. അവളുടെ ദേഹമാകെ നീ തവടി. തവടിയോ? തലവടി. തലവടിയോ? തകഴി. തകഴിയോ? തഴുകി. എന്നിട്ട് നീ അവളെ കെട്ടിപ്പിടിച്ചു. എന്റെ ദൈവമേ. കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ ദേഹത്ത് നീ തുരുതുരാ ഉമ്മ വെച്ച്. ഓ, ഞാനും ഒരു ഡോക്ടറായാ മതിയായിരുന്നു. ഇവൻ എന്തോ ഭ്രാന്തൊക്കെയാണ് എന്താടാ? ഈ കത്തിക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട്. കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതുകൊണ്ട് കൗണ്ടർ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാൻ പറ. അതല്ലെന്ന്. പിന്നെന്തുവാ? ഇവൻ പേടിയില്ലെന്ന് തോന്നുന്നു. പേടിയില്ല? നിനക്ക് എന്തുവാ? എന്തുവാടാ? അങ്ങനല്ല, പേടിക്കണം. അതെന്തുവാ? ഞാൻ കളിക്കുന്നില്ല, ചുമ്മാ. ഞാനാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ ഞാൻ അവിടുന്ന് പിച്ചാത്തിയൊക്കെ എടുത്തിട്ട് വെള്ളത്തിനടി കൂടെ വന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് 2 പ്രാവശ്യം ഒച്ച വെച്ചപ്പോ നീ എന്നെ 2 അടി അടിച്ചില്ലേ? ഞാൻ തിരിച്ച് വല്ലതും പറഞ്ഞായിരുന്നോ? ചേട്ടാ, ഞാൻ ഒരു കുണ്ടയില്ലോ, ഒരു മനുഷ്യ പറ്റി കാണിക്കല്ലോ. പേടിക്കുന്നില്ല. പോകട്ടെ, ഞാൻ പേടിക്കണോ? എന്നാ പിന്നെ നമുക്ക് പേടിക്കാം. 1995 കാസർഗോഡ് വെച്ചല്ലയോ? അല്ല, അങ്ങനത്തെ അവിടെ പോയി നിൽക്കുന്നേ. എന്തുവാ? അങ്ങനെ പോവല്ലേ? അങ്ങനെ പോവല്ലേ? ഞാൻ പേടിക്കാൻ വന്നപ്പോ പേടിക്കാം. 1996 കാസർഗോഡ്. എടാ 95 പറഞ്ഞു, ഇപ്പൊ ഒരു കൂട്ടി 96 പറയുന്നത്. അത് നീ എന്നെ രണ്ടാമത് തെറ്റിക്കുമ്പോ ഞാൻ ഒരെണ്ണം കയറ്റി പറയും. നീ ഇപ്പൊ എന്തോ ഒരു കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ പറയട്ടെ. ഇത് പിടിച്ചു. നീ ഓടിക്കളയും. ഞാൻ ചൂണ്ടിയാ ഇവിടെ പോയി. 1998 കാസർഗോഡ്. എടാ 96 ആണോ 97 ആണോ 98 ആണോ കൃത്യമായിട്ട് പറ. ഈ ഡേറ്റ് ഒക്കെ എന്തിനാ അറിയുന്നോണ പറയുന്ന കേട്ടാ പോരെ. പറ എന്താന്ന് വെച്ചാല്. അപ്പൊ 1997 കാസർഗോഡ്. ഞാൻ +2 പഠിക്കുന്നു. ഏതാണ് സബ്ജക്ട്? അങ്ങനെയൊക്കെ ഉണ്ടോ? +2 എന്നാ ഞാൻ 8 പഠിക്കുന്നു. 8 പഠിക്കുന്ന കുഴപ്പമില്ല, പറഞ്ഞു. സയൻസ് സാർ ക്ലാസ്സിലോട്ട് കയറി വരുന്നു. ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ? അതിനും അങ്ങനെ ഉണ്ടോ? 8ാം ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാ ഞാൻ അന്ന് 6. നീ 4 പണ്ടേ എനിക്കറിയാം. അങ്ങനല്ലെന്ന്. പിന്നെന്തുവാ? ഞാൻ 5. അതുപോലെ നിൽക്കുക. ഏകദേശം അതേ അവസ്ഥ പറ. എന്നിട്ടേ സയൻസ് സാർ ക്ലാസ്സിലോട്ട് കയറി വന്നിട്ട് എന്നെ അങ്ങ് അടിക്കുക. എന്തിന് എന്ന് പറഞ്ഞാൽ സാറ് ഒരു ചോദ്യം ഇട്ടു തന്നു. എന്നിട്ട് വിശദീകരിച്ച് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എഴുതിയ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. പന്ന സാറായിരിക്കും ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി പിള്ളേരെ എങ്ങനെ തല്ലുന്ന എന്തോ. നിന്നോട് എന്തോ ചോദ്യം ചോദിച്ചാൽ പറ. ചോദ്യം ചോദിച്ചാൽ ഐസ് കട്ടിയാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. നീ എന്താ ഉത്തരം പറഞ്ഞത്? ഐസക്കിന് കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് എഴുതി. തല്ലി കൊല്ലാഞ്ഞ നിന്റെ ഭാഗ്യം. അല്ല, എന്നിട്ട് തല്ലിയാ ഞാനങ്ങ് സഹിച്ചു. എന്നിട്ട് ഞാൻ എഴുതിയ ഉത്തരക്കടലാത്ത് എത്ര പിള്ളേരുടെ മുന്നിൽ വെച്ച
എടാ മെഴുകണ്ട പിച്ചി ചീന്തി. അങ്ങനെ എന്നാ ബാക്കി പറ. എന്നിട്ട് ദേഷ്യവും സങ്കടവും സഹിക്ക വയ്യാതെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടം വെച്ചോളൂ. പാവം അങ്ങനെ സങ്കടം വരും, അതുകൊണ്ട് ഓടിയതായിരിക്കും. സാരമില്ല. കാർ എന്നിട്ട് എന്റെ പുറകിന് ഗേറ്റ് വരെ ഓടി വന്നു. ഗേറ്റ് വരെയോ? അയ്യോ, പുള്ളി അടിച്ചെങ്കിലും പുള്ളി നിന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടല്ല. പിന്നെന്തുവാ? ആ ഗേറ്റിന്റെ അടച്ച സാറിന്റെ മർമ്മത്തിൽ നിന്ന് ഞാൻ പിടിവിട്ടത്. ഭയങ്കര ഏർപ്പാടായി പോയല്ലോടാ അത്. എന്നിട്ടെന്തോ ഞാനങ്ങ് വീട്ടിൽ പോയി. നീ വീട്ടിൽ പോയി? വീട്ടിൽ പോയപ്പം പിറ്റേ ദിവസം ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോ ഈ സാറിന്റെ മോൻ വരുവാ ഇത് ചോദിക്കാൻ. വരുവാ? അവൻ അന്നേരം തപ്പി പിടിച്ചോണ്ട് നിൽക്കുവല്ലയോ. അല്ല, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ സാറിനെ അല്ലേ കയറി പിടിച്ചത്? അപ്പൊ ഇവനെന്താ തപ്പി പിടിച്ചോണ്ട് വരുന്നത്? അവൻ പയ്യനല്ലോ, പത്തി പഠിക്കാനുള്ള പ്രായമേ. പത്തി പഠിക്കുവായിരുന്നത്. എന്നാ പിന്നെ ബാക്കി പറ. എന്നിട്ടെന്തോന്നറിയോ, ഒരു കല്ല് ഇങ്ങോട്ട് എടുത്തിട്ട് ഒന്നും നോക്കിയില്ല, ഒരൊറ്റ ഇടി തലക്കി. ഒറ്റ ഇടി? ആ കല്ല് വെച്ചത് മൂക്കിനൊരൊറ്റ ഇടി. ചാടി ബുക്കിന്റെ താഴെ ഒരൊറ്റ ചവിട്ട്. ദൈവമേ, അമ്മടിച്ച് താണ്ട് കിടക്കുന്നു. അയ്യോ, ഒരു മടൽ ഇങ്ങോട്ട് എടുത്ത് അറിഞ്ഞം പറഞ്ഞ 10-15 ചാടി അങ്ങ് അടിച്ച്. എടാ, ദൈവം ഒന്നും സഹിക്കത്തില്ല, ഇങ്ങനൊന്നും ചെയ്യല്ലടാ. ഞാൻ അവന്റെ കാല് പിടിച്ച് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. അപ്പൊ അവനെ അടിച്ച് പിന്നെ എന്നിട്ട് നീ എന്തോ ചെയ്തു? ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പൊ നീ അമ്പലത്തിൽ പോകാൻ വന്നതല്ലേ, പിന്നെ വീട്ടിൽ പോയത്? ഈ പിന്നെ നനഞ്ഞ ചട്ടിയിട്ടുണ്ട് അമ്പലത്തിൽ പോയ ദോഷമാണ്. അപ്പൊ ഇടിച്ചവൻ പെടുപ്പിച്ചു. കൊള്ളാം. എന്നിട്ട് ഇപ്പൊ എന്തോ ഇതിന്റെ പ്രശ്നം എന്തുവാ? ഇപ്പൊ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ച ഇതുവരെ എന്തോ സംഭവിച്ചത്? കൊണ്ടിട്ടേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്തോ നിനക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞാൻ മറ്റവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ട് പേഷ്യന്റ് ഇടിച്ച് നൂത്തിട്ട് പിന്നെ വായിന്ന് പത വരുത്തിക്കൊള്ളാം. എന്റെയോ? നടന്നു തന്നെ സഹകരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. എന്നെ അടിക്കാൻ പറ്റത്തില്ല. പൈസ കിട്ടുന്നോ? പകുതി പൈസ തരുവാണ്. ഞാൻ ഒരു ഐഡിയ പറയാം. പകുതി പൈസ തരുവാണെന്നുണ്ടെങ്കിൽ എന്റെ ഇതില് എങ്ങനെ ഇവരെ കാണുന്നത് എങ്ങനെയാ? അപ്പൊ വീഡിയോ കോൾ വിളിച്ച് കാണിക്കണം. അപ്പൊ ഞാൻ ഒരു ഐഡിയ പറയാം. ഇങ്ങനെ വെച്ചിട്ട് എന്റെ ഇതിൽ ഇങ്ങനെ AC ഇങ്ങനെ അടി അടിക്കുക, ഇങ്ങനെ കാണിക്കുക. എന്റെ ദേഹം നോക്കല്ലേ? ദേഹം നോക്കാതെ കാണുവാണെങ്കിൽ പകുതി പൈസ എനിക്ക് തരണം. എന്റെ ദേഹം നോക്കാതാണെന്ന് ഒരു കുഴപ്പമില്ല. പറഞ്ഞു. ഓക്കെ, റെഡി. അയ്യോ, എന്നെ അടിക്കല്ലേ. കണ്ണൻകുണ്ട്, എടാ അവനെ ഇടിച്ച് അവന്റെ വായിൽ നിന്ന് പത വരുത്തിയാടാ. സമയം വന്നു, ചോരേ വന്നടാ. അങ്ങനെ മറ്റൊരു ഗംഭീര സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഞാൻ ആ ചിരി ടീമിലേക്ക് ആദ്യം പൊക്കോട്ടെ. ടീച്ചറൊക്കെ ഉൾപ്പെടെ അവിടെ ബാക്കിൽ ഇങ്ങനെ ഹൈഫൈ ഒക്കെ. അതായത് ഏത് ജോക്കിനായിരുന്നു ഹൈഫൈ? ആ ഗുണ്ടയുടെ പേരിലായിരുന്നു തോന്നുന്നു ഏറ്റവും കൂടുതൽ കിടന്ന് ചിരിച്ചതാണോ? ഇഷ്ടപ്പെട്ടോ? സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നല്ലതായിരുന്നു, എൻജോയ് ചെയ്തു. താങ്ക് യു. യെസ്, പകർ ചേട്ടാ, ഒരു സംശയം ഉണ്ട്. വായിന്ന് പത വന്നില്ലേ? അതെന്താ അവിടെ കിടന്നിട്ട് എന്താ കാണിച്ചത്? ആ പത എന്തായിരുന്നു? പേസ്റ്റ്. ആ ചെറിയ സമയത്തിന് അത്രയും പേസ്റ്റ് വെക്കാൻ പറ്റിയോ? പേസ്റ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുമായിരുന്നോ? കറക്റ്റ് പത ചാടി. തീരെ സാധനമൊക്കെ ഭയങ്കര രസമായിരുന്നു. അതെ, പേടിപ്പിക്കുന്നത്. എക്സ്പീരിയൻസ് ഒക്കെ വെറുതെ ആണ്. ഗംഭീരായിരുന്നു. പറയാനില്ല, അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്ന് ആരുടെ വകയാണ് പെർഫോമൻസ്? നമ്മൾ എല്ലാ എപ്പിസോഡിലും ഉള്ള പകർ ചേട്ടാ, ഇവരുടെ വക ഒരു പെർഫോമൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ബാറ്ററി ചാർജ് നമ്മളിപ്പോ കാണും, അല്ലെങ്കിൽ അതിന് മുമ്പ് പെർഫോമൻസ്. ബാറ്ററി ചാർജ് കണ്ടിട്ട് പെർഫോമൻസ്. ശരി, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബാറ്ററി എത്ര താളം ചാർജ് ചെയ്തു നോക്കാം, അതിനുശേഷം പെർഫോമൻസ്. ഓക്കെ, കൈയടിച്ച് പാസ്സാക്കിക്കോ. എങ്കിൽ നമുക്ക് നോക്കാം ഈ പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് ആയിരുന്നു. ₹42,000 ആണ് ലഭിച്ചിരിക്കുന്നത്. ശരി, അപ്പൊ ഈ സന്തോഷത്തിൽ ആദ്യം പൈസ ട്രാൻസ്ഫർ ചെയ്തോ, എന്നിട്ട് നമുക്ക് പെർഫോമൻസ്. കോമഡി മാസ്റ്റേഴ്സ് വക 42,000. ഓക്കെ, ഈ നെക്സ്റ്റ് അടുത്ത പരിപാടി ആരുടെ വകയാണ്? അഖിലിന്റെ വകയോ? നിങ്ങൾക്ക് അഖിലിന്റെ പെർഫോമൻസ് ആണോ കാണണ്ടേ? അഖിൽ എന്ത് പെർഫോമൻസാ കാണണ്ടേ? അഖിലിന്റെ അല്ല, അഖിലെ പാട്ടിടാം. എല്ലാവർക്കും പറഞ്ഞു, പക്ഷെ ബിന്ദു പണിക്കർ അഖി ബാക്കി ഇവർക്കൊരു സപ്പോർട്ടായിട്ട് അഖിലും ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് കളിക്കുന്നത്. താങ്ക് യു സോ മച്ച്.